നമ്മുടെ മുഖ്യമന്ത്രി ഭയങ്കര ഹാപ്പി മൂഡിലാണ്. മാത്യു കുഴൽനാടന്റെ ഹർജി വിജിലൻസ് കോടതി തള്ളുന്നു, സർക്കാരിന്റെ വാദങ്ങളൊക്കെ കോടതി അംഗീകരിക്കുന്നു. അങ്ങനെ ആകെ മൊത്തം സന്തോഷം. ഇനിയൊരു വിദേശ യാത്രയൊക്കെ ആവാം. യെസ്, നമ്മുടെ മുഖ്യൻ ട്രിപ്പ് മോഡിലാണ് ഗൈസ്. എന്തെങ്കിലും ആവശ്യത്തിന് മുഖ്യമന്ത്രിനെ കാണേണ്ട ആവശ്യം നിങ്ങൾക്കുണ്ടോ? കാത്തിരിക്കും. ഒരു 10-15 ദിവസം വെയിറ്റ് ചെയ്യേണ്ടി വരും. മുഖ്യമന്ത്രി കുടുംബത്തിനൊപ്പം ഇന്തോനേഷ്യയിലേക്ക് ട്രിപ്പ് പോയിരിക്കുകയാണ് ഗൈസ്. ആരെയും ഒന്നും അറിയിക്കാണ്ട് ഒറ്റപ്പോക്ക്, പൊടിപോലും ഇല്ല കണ്ടുപിടിക്കാൻ. ഇന്തോനേഷ്യ, സിംഗപ്പൂർ, UAE രാജ്യങ്ങളിലാണ് CM ട്രിപ്പ് പോയിരിക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ അനുമതി വാങ്ങിയിട്ടാണ് CM ടൂർ പോയത്. അനുമതി കിട്ടിയ ഉടനെ തന്നെ പുള്ളി പെട്ടിങ് ഇടയ്ക്കെടുത്ത് ഫ്ലൈറ്റ് കയറി. ഒരു പത്രക്കുറിപ്പ് പോലും തരാണ്ട് പാർട്ടിയെ മാത്രം അറിയിച്ചുകൊണ്ട് നമ്മുടെ മുഖ്യമന്ത്രി പറന്നകന്നിരിക്കുകയാണ് മക്കളെ. സ്റ്റേറ്റിന്റെ തലവൻ അദ്ദേഹം ഒരു നിയമലംഘനങ്ങളോ ചട്ടലംഘനങ്ങളോ ഉണ്ടാക്കിയിട്ടില്ല. എല്ലാം വളരെ കൃത്യമായിട്ടുള്ള നടപടിക്രമങ്ങളിലൂടെ മാത്രമേ അദ്ദേഹം പോകാറുള്ളൂ. അതെ, മുഖ്യമന്ത്രിക്ക് കേന്ദ്രത്തിൽ നിന്ന് പെർമിഷൻ കിട്ടി, അദ്ദേഹം ട്രിപ്പ് പോയി. അതിന് നിങ്ങൾക്കൊക്കെ എന്താ? നിങ്ങളൊക്കെ കൂടി വോട്ട് ചെയ്ത് 2 തവണ അധികാരം കൊടുത്തു എന്നുള്ളൊരു ബന്ധമല്ലേ ഉള്ളൂ. നിങ്ങൾ ഇതൊന്നും അറിയണ്ടട്ടാ. അറിയേണ്ട മൊയിലാളിമാരെയൊക്കെ നമ്മുടെ CM അറിയിച്ചിട്ടുണ്ട്. അത് പോതും. എനിക്കറിയാം, ഞാൻ അദ്ദേഹത്തോട് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ അദ്ദേഹത്തോട് സംസാരിച്ചിരുന്നു കാര്യങ്ങൾ, പോകുന്ന കാര്യങ്ങളൊക്കെ. EPക്ക് അറിയാം CM പോണ കാര്യത്തിനെ കുറിച്ചിട്ട്. പിന്നെ എന്ത് വേണം? വേറെ ആർക്കും ഇവിടെ CMന്റെ യാത്രയെ കുറിച്ച് അറിയേണ്ടത്? ഇവിടത്തെ സാധാരണക്കാർക്കോ? സില്ലി പീപ്പിൾസ്. അല്ലീപിയെ ലോക്സഭാ ഇലക്ഷൻ നടക്കണ സമയത്ത് ഇടതുപക്ഷത്തിന്റെ ഒരേ ഒരു മുഖ്യമന്ത്രി ട്രിപ്പ് പോവാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോശമല്ലേ? ട്രിപ്പ് പോണോണ്ട് പ്രശ്നമൊന്നുമില്ല. പക്ഷെ പോണ സമയം മുഖ്യമന്ത്രി പകരം ഉത്തരവാദിത്തപ്പെട്ട ഒരാളെ സ്ഥാനം ഏൽപ്പിക്കാത്തത്, അങ്ങനെ അതെല്ലാം കൂടി വരുമ്പോൾ ഒരു പ്രശ്നം കാണുന്നുണ്ടല്ലോ. ഞങ്ങളെക്കുറിച്ച് എന്തിനാണ് നിങ്ങളിങ്ങനെ ബുദ്ധിമുട്ടുന്നത്? ഞങ്ങളുടെ കാര്യം ഞങ്ങൾ നോക്കിയാൽ പോരെ? ഞങ്ങൾ ആരൊക്കെ എവിടെയൊക്കെ പോകണം, എവിടെയൊക്കെ പ്രസംഗിക്കണം, ആരൊക്കെ പോകണം എന്നുള്ളത് ഞങ്ങൾ തീരുമാനിച്ചാൽ പോരെ? നിങ്ങൾ തീരുമാനിക്കണോ ഞങ്ങളുടെ കാര്യം? പാർട്ടി എല്ലാം അറിഞ്ഞിട്ടുണ്ട്, പാർട്ടി എല്ലാം ചർച്ച ചെയ്തിട്ടുണ്ട്. പാർട്ടിയാണല്ലോ അവസാനത്തെ വാക്ക്. പാർട്ടി അറിഞ്ഞാൽ പോരെ? എന്തിന് സാധാരണക്കാരെ അറിയിക്കണം? എന്തിന് മാധ്യമപ്രവർത്തകരെ അറിയിക്കണം? യാത്രാ വിവരം ഗവർണറെ പോലും അറിയിച്ചിട്ടില്ല. പിന്നെയാണോ ഇത്? പാവം മുഖ്യമന്ത്രിയും കുടുംബം ഒന്ന് ചില്ല് ചെയ്ത് വരട്ടേന്ന്. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെയെങ്കിലും നടക്കും. 3 രാജ്യങ്ങളിലേക്കുള്ള മുഖ്യമന്ത്രിയുടെ ട്രിപ്പില് മറ്റൊരു വിവാദം ട്രിപ്പിന്റെ ചെലവിനെ പറ്റിയാണ്. ഇത്രയും കാശ് എവിടെ നിന്നാണ്? മുഖ്യമന്ത്രിയുടെ ട്രിപ്പ് ആരോ സ്പോൺസർ ചെയ്തെന്നുള്ള വിമർശനമാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. ആണോ ഇത് സ്പോൺസർ ട്രിപ്പാണോ? ഇത്രയും കാശ് എവിടെ നിന്നാ? നിങ്ങൾ കൊടുക്കുവോ ചെലവ്? എല്ലാവരും കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? മുഖ്യമന്ത്രിയുടെ ഫാമിലി ട്രിപ്പിന് നമ്മൾ എന്തിനാ കാശ് കൊടുക്കുന്നത്? അത് ശരി, ഞാൻ അതിന്റെയും കൂടി ഒരു കുറവുള്ളോ? ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ കൊടുക്കുവോ ചെലവ്? അതെന്തിനാ നിങ്ങളിപ്പോൾ അന്വേഷിക്കുന്നത്? അദ്ദേഹം പോയിട്ട് വരട്ടെ, അതിനാ നിങ്ങൾ ചോദിക്കുന്നത് ആരാ സ്പോൺസർ ചെയ്യുന്നത്? എല്ലാ കാര്യം നിങ്ങളോട് പറയണോ? അല്ല പിന്നെ എന്തൊക്കെ അറിയണം? സ്പോൺസർ ഉണ്ടോ? ആരാണ് സ്പോൺസർ? എത്രയാണ് സ്പോൺസർഷിപ്പ്? ഇത് വലിയ ശല്യായല്ലോ. എല്ലാ കണക്കും പാർട്ടിക്ക് അറിയാം. ബാക്കി എല്ലാരും അങ്ങോട്ട് മാറി ഓംബ്രാന്ന് പറഞ്ഞ് മിണ്ടാതെ നിൽക്കുക. അല്ലാതെ ആരും ഇതൊന്നും ചോദ്യം ചെയ്യാൻ നിൽക്കണ്ടാ. ഞങ്ങളുടെ EPക്ക് ദേഷ്യം വരുന്നുണ്ട്. നിങ്ങൾ അറിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങളുടെ കഴിവുകേട്, നിങ്ങൾ അറിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ചിലരുടെ കഴിവുകേട് നിങ്ങളിൽ തന്നെ മിക്ക പത്രക്കാർക്കും അറിയാം. അവർ പോയതിന് ശേഷം കൊടുക്കാന്നുള്ളത് അവർ കൊടുത്തിട്ടില്ല. അവിടെ നിങ്ങൾ 1-2 പത്രക്കാർക്ക് വിവരം കിട്ടിയിട്ടില്ല എന്നുള്ളത് കൊണ്ട്, നിങ്ങൾ 1-2 പത്രക്കാർക്ക് വിവരം കിട്ടിയിട്ടില്ല എന്നുള്ളത് കൊണ്ട് രാജ്യത്തിൽ ആരും അറിഞ്ഞിട്ടില്ല എന്നിരിക്കണ്ട. ഞങ്ങളെവിടെ പോയാലും നിങ്ങൾക്ക് എന്താന്ന് ചോദിക്കുമ്പോൾ ആ ധാർഷ്ട്യം കണ്ടില്ലേ? EP ജാവ്ദേക്കർ കൂടിക്കാഴ്ചയിൽ മുഖ്യമന്ത്രി പരസ്യമായിട്ട് നിങ്ങളെ വിമർശിച്ചതുകൊണ്ട് ആ വിഷയത്തിൽ CMനെ സോപ്പിടാൻ നോക്കാനല്ലേ കൊച്ചു കള്ളൻ. നിങ്ങൾ എവിടെ പോയാലും എന്തിനാ അറിയണേന്ന് ചോദിച്ചില്ലേ? പിണറായി വിജയൻ പണ്ടത്തെ പാർട്ടി സെക്രട്ടറി അല്ലട്ടാ, നമ്മുടെ മുഖ്യമന്ത്രിയാണ്. അതുകൊണ്ട് മുഖ്യമന്ത്രി അവിടെ പോയെന്ന് ജനങ്ങൾ അറിയണ്ടേ? നമ്മുടെ നാടിന്റെ വികസനത്തിനാണല്ലോ ഓർക്കുമ്പോ ഒരാശ്വാസം. ഞാൻ ചോദിക്കുന്നു, ഈ മനുഷ്യന് തലക്കകത്ത് വെളിയില്ലേ? ഒരു മുഖ്യമന്ത്രിയാണ് പോകുന്നത്. ചാർജ് കൊടുത്തോ? ആർക്കെങ്കിലും ഒരു ചാർജ് കൊടുത്തോ? ഇവിടെ ഒരു എമർജൻസി വിഷയം വന്നു, ഹൂ വിൽ റെസ്പോണ്ട്? പറയട്ടെ, ഇത് ആലയെന്ന് പശുക്കൾ ഇറങ്ങിപ്പോകും പോലെ പോവുകയാണോ മുഖ്യമന്ത്രി? ആഹാ, വിമർശനം ഉന്നയിക്കുകയാണെങ്കിൽ സുധാകരൻജിയെ പോലെ വിമർശനം ഉന്നയിക്കണം. എന്തൊരു സംസ്കാര സമ്പന്നമായ ഭാഷ. പിന്നെ പോകുന്നിടത്ത് അത്രയും ഈ ഭാര്യയും മക്കളെയും കൂട്ടിപ്പോണ്ട വല്ല കാര്യമുണ്ടോ? വേറെ പണിയൊന്നുമില്ല ഇയാൾക്ക്. വ്യക്തിപരമായിട്ടുള്ള ട്രിപ്പാണ്, ഫാമിലി ട്രിപ്പ്. അതില് ഭാര്യയെയും മക്കളിനെ അല്ലാണ്ട് വേറെ ആരെയെ കൊണ്ടുപോവാ? ആരെങ്കിലും ഇയാളെ കൂടെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് 2-3 അൽസേഷനെയൊക്കെ കൂട്ടിക്കൊണ്ടുപോകാൻ പറ. നേരത്തെ പറഞ്ഞില്ലേ സംസ്കാര സമ്പന്നമായ വിമർശനം? അതാണ് ഇത്. ഇതൊക്കെ നമ്മുടെ സുധാകരൻജിയെ കൊണ്ട് മാത്രം പറ്റുള്ളൂ കേട്ടോ. എന്നെ പൊക്കി പറഞ്ഞ് സോപ്പിടാനുള്ള പരിപാടിയാ കള്ളന്മാര്. ഈ കേരളത്തിൽ ഇത്രയേറെ ദുരിതം അനുഭവിക്കുന്ന ജനങ്ങൾ, അത്യുഷ്ണം
കാലാവസ്ഥയുടെ എല്ലാ മോശത്തരും ഫേസ് ചെയ്യാണ് കേരളം. ബാക്കി 100,000 പ്രശ്നങ്ങൾ കേരളത്തിലുണ്ട്, സാധാരണക്കാരൻ്റെ പ്രശ്നങ്ങൾ. ആ പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുമ്പോൾ അതൊന്നും കണ്ടില്ല കേട്ടില്ല എന്ന് പറഞ്ഞ് ഒരു സുപ്രഭാതത്തിൽ ഇറങ്ങിപ്പോകുന്ന ഒരു മുഖ്യമന്ത്രിയെക്കുറിച്ച് എന്ത് പറയണം, എന്ത് വിശേഷിപ്പിക്കണം നിങ്ങൾ പറ. സോറി, ആ പ്രശ്നങ്ങളൊക്കെ നോക്കാൻ ഇപ്പൊ നേരില്ല. ഇപ്പൊ ആഘോഷിക്കേണ്ട ടൈമല്ലേ. ലാവലിംഗ് കേസ് പിന്നെയും മാറ്റിവെക്കുന്നു. മുഖ്യമന്ത്രിക്കും മോൾക്കുമെതിരെ മാത്യു കുഴനാടൻ കൊടുത്ത ഹർജി വിജിലൻസ് കോടതി തള്ളുന്നു. കനൽ ഒരു തരിയുള്ള കേരളത്തിൽ തെരഞ്ഞെടുപ്പും കഴിഞ്ഞിരിക്കുന്നു. ഈ സമയത്തല്ലാണ്ട് പിന്നെ ഏത് സമയത്ത് ട്രിപ്പ് പോകണം മിച്ചർ? ഇവിടെ ഇലക്ഷൻ കഴിഞ്ഞോ? ഇടതുപക്ഷത്തിന് ആകെയുള്ള ഒരു മുഖ്യമന്ത്രിയല്ലേ ഈ മുഖ്യമന്ത്രി? ഇദ്ദേഹം ബാക്കി എല്ലാ ജില്ലയിലും സംസ്ഥാനത്തും പോകേണ്ട ആളല്ലേ? ബാക്കിയുള്ള സംസ്ഥാനത്ത് ഇലക്ഷൻ നടക്കുകയല്ലേ? പോകേണ്ട സ്ഥലങ്ങളിലൊക്കെ പോകുന്നുണ്ട്, ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ കൃത്യമായി ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ ദേശീയ നേതാക്കൾ പോകേണ്ട സ്ഥലത്തൊക്കെ പോകുന്നുണ്ട്. CPM-ന്റെ ഒരേ ഒരു മുഖ്യമന്ത്രി, ഇദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ റെസ്പോൺസിബിലിറ്റി എന്താ? അദ്ദേഹം മറ്റ് സംസ്ഥാനങ്ങളിൽ പോകേണ്ടുന്ന ആൾ സുപ്രഭാതത്തിൽ കുടുംബത്തിനെയും കൂട്ടി എക്സിബിഷൻ പോയി എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ആര് കേൾക്കും, ആര് സഹിക്കും? ഞങ്ങൾ എവിടെ പോകേണ്ട തീരുമാനിക്കാനുള്ള അവകാശമൊന്നും ആർക്കും വിട്ടുകൊടുത്തിട്ടില്ല. തെരഞ്ഞെടുപ്പ് സമയത്ത് CPM-ന്റെ ഒരേ ഒരു മുഖ്യമന്ത്രി വിനോദയാത്ര എന്നും പറഞ്ഞു പോണത് എന്തൊരു കഷ്ടാണെന്നാണ് സുധാകരൻജി പറയുന്നത്. CPM-നോട് എന്തൊരു സ്നേഹം! ഇന്ത്യ എഫക്റ്റിന്റെ ഒക്കെ ഒരു പവറേ. ഇത്തരം ആഡംബരങ്ങളിൽ മുഴുകുന്നതിനെ പറ്റിയിട്ട് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നിലപാടെന്താണ്? സീതാറാം യെച്ചൂരി പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയിൽ ഈ കാര്യത്തിൽ എന്തെങ്കിലും അഭിപ്രായം പറയുമോ? എല്ലാ കാര്യങ്ങളിലും മോദിയെ വിമർശിക്കാൻ സമയം കണ്ടെത്തുന്ന ആളാണ് നമ്മുടെ CPI-യുടെ സെക്രട്ടറി. അദ്ദേഹം ഈ കാര്യത്തിൽ ഇതുവരെ എന്തെങ്കിലും പറഞ്ഞതായിട്ട് കേട്ടിട്ടില്ല. ആഡംബരമില്ലായ്മയൊക്കെ പണ്ട്. ആരാണ് ഒരു ചേഞ്ച് ആഗ്രഹിക്കാത്തത്? അടിച്ചമർത്തപ്പെട്ടവരുടെയും തൊഴിലാളി വർഗത്തിന്റെയും കൂടെ നിൽക്കുന്ന കൊമ്രേഡ്സിനും ഉണ്ടാവില്ലേ ആഗ്രഹങ്ങൾ? അവർ ഇന്തോനേഷ്യയിൽ പോയി സാധാരണക്കാരായ മനുഷ്യന്മാരെ എങ്ങനെ ഉയർത്തിക്കൊണ്ടുവരാന്ന് പഠിക്കട്ടെ എന്ന്. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ സത്യം മൂടി വെച്ച് നുണ പറയേണ്ടതായി വരും. അതിലൊക്കെ വിവേചന ബുദ്ധി വേണം. മുഖ്യമന്ത്രിയും കുടുംബം വിനോദയാത്ര പോകുന്നതിന് ആർക്കും എതിര് പറയാൻ പറ്റില്ല. അതൊക്കെ അവരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുമ്പോൾ ആ അധികാരം മറ്റാരെങ്കിലും ഏൽപ്പിക്കാഞ്ഞത് എന്താണ്? സ്പോൺസേഡ് യാത്ര എന്നുള്ള വിമർശനം വരുമ്പോൾ ആരും കൃത്യമായിട്ടുള്ള മറുപടി പറയാത്തത് എന്താണ്? ഗവർണറിനെയോ മാധ്യമപ്രവർത്തകരെയോ സാധാരണക്കാരെയോ ഈ യാത്രാ വിവരം അറിയിക്കാഞ്ഞത് എന്താണ്? ഈ ചോദ്യങ്ങൾക്കൊക്കെ ഒറ്റുത്തരേ ഉള്ളൂ. ഈപ്പിട ഭാഷയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാർട്ടി എല്ലാം അറിഞ്ഞിട്ടുണ്ട്. പോയിക്കോ. അപ്പൊ CM ഹാപ്പി ജേണി. എന്നാ ശരി, ബാക്കി വിശേഷങ്ങളുമായി ഇനി നാളെ കാണാം. നന്ദി, നമസ്കാരം.